ഇന്നെന്താ പരിപാടി അറിയോ? ക്ലാസ്മേറ്റ് നോട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ആർച്ചിൻ്റെ ഒരു സീനറി ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവിടെ എത്തിയിട്ടാണ് ആ കാര്യം മനസ്സിലായത്. ഈ ഒരു സംഭവം കാണാനാണ് പോയതെന്ന് കേട്ടോ. കാരണം ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയില്ല. കുറച്ച് ഹരിതാപവും പച്ചപ്പും സീനറിയൊക്കെ കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ കേട്ടോ. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോറടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഹൈറ്റുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് താഴത്തോട്ടാണ് പോകുന്നത്. ഇതിൽ കാണുമ്പോൾ ആകാശം ഏതാ കടൽ ഏതാന്ന് തന്നെ മനസ്സിലാവില്ലല്ലോ. എൻ്റെ അവസ്ഥയും ഫസ്റ്റ് അതായിരുന്നു. അപ്പോൾ നമുക്ക് താഴോട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ഇറങ്ങി പോകണം. പിന്നെ ഒരു വെള്ളയും മഞ്ഞയും പൂക്കൾ ഇവിടെ സമ്മറിൽ എല്ലാവിടെയും കാണും കേട്ടോ. അതെന്ത് രസമായിരുന്നു അറിയോ. ഇതാണ് ഞാൻ പറഞ്ഞ ആർച്ച്. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആർച്ചാണ് കേട്ടോ. ഇതൊരു നാച്ചുറൽ ലൈം സ്റ്റോൺ ആർച്ചാണ്. തനിയെ പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു കോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ജുറാസിക് കോസ്റ്റ്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കടൽനായെ കണ്ടത്. അവിടെ പോയപ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ അടുത്തൊന്നും പോയതെന്ന് അവർ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തൊടാനൊന്നും ചെയ്യാൻ പാടില്ല. വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. കടൽനായയാണത്. വെള്ളം കാണുമ്പോൾ നമുക്ക് ഓടിപ്പോയി കളിക്കാനൊക്കെ തോന്നുമെങ്കിലും നല്ല ഒന്നാന്തരം ഐസ് വാട്ടറാണ് കേട്ടോ. ഒരാൾ ആവേശത്തിൻ്റെ പുറത്ത് പോയി ചാടിയതാണ്. തണുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് സെറ്റായത്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈവനിങ്ങിൽ പോകണം. അവിടെ കിഡുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഷോട്ട് എന്തായാലും നിർബന്ധമാണല്ലോ കടലിൽ പോയി കഴിഞ്ഞാൽ. കാലൊക്കെ കാണിച്ചൊരു കുഞ്ഞു വീഡിയോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് എന്താ പറയുക ടൈം ലാപ്സ് വീഡിയോ ഒക്കെ എടുത്ത് കല്ലൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് ഫുൾ സംസാരിച്ച്. ഒരാൾക്ക് ഇവിടെ ഫുൾ സന്തോഷമാണ്. ഇഷ്ടപ്പെട്ട കല്ലൊക്കെ എടുക്കാമല്ലോ, ആരും ഒന്നും പറയില്ല. പോയ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നെങ്കിലും സൂര്യൻ അസ്തമിക്കാറായപ്പോൾ തിരക്കൊക്കെ ഇങ്ങനെ കമ്മിയായി വന്നു. പിന്നെ ആകാശവും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ഇനിയൊരു സീൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഒരാൾ അവിടെ ഇരുന്ന് നല്ല സൺസെറ്റൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയം കൃത്യമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇനി കാണുന്ന ഓരോരോ സീൻസ് കേട്ടോ. സൺസെറ്റ് ആയപ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായത്. കൂടെ ആ പട്ടം പറത്തണതും ആകാശത്തിൻ്റെ പലതരം നിറങ്ങളും എന്നെക്കൊണ്ട് പറ്റണത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. താഴത്തോട്ട് ഇറങ്ങി പോകണ ഒരു സുഖമായിരുന്നില്ല. മുകളിലോട്ട് കയറുമ്പോൾ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു. സൺലൈറ്റ് ഇങ്ങനെ ചില സ്ഥലത്ത് കാണും, ചില സ്ഥലത്തില്ല. അങ്ങനത്തെ ഓരോരോ സീൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. UK എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഫുൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. എന്നാൽ അങ്ങനെയല്ല. ആ ഒരു കുറച്ച് ബിൽഡിങ്സ് ലണ്ടനിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവിടെയും പച്ചപ്പാണ്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ഭംഗി.